ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറേ ദിവസമായി നമ്മളുടെ ചാനലിൽ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ചെയ്യാതെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വന്നതും ചെയ്ത പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായ വെച്ചു കേട്ടോ. ചായ വെച്ചതിന് ശേഷം പിന്നെ ഉപ്മാവ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. ഉപ്മാവ് എന്ന് പറയുമ്പോൾ നമ്മൾ സേമിയ ഉപ്മാവാണ് കേട്ടോ ഉണ്ടാക്കണത്. അതിന് വേണ്ടിയിട്ട് സേമിയ വറക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാനിതാ കടുകൊക്കെ പൊട്ടിച്ച് കുറച്ച് സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ 2 സ്റ്റീലിൻ്റെ കപ്പ് ഉണ്ട് കേട്ടോ. ഒന്ന് വലുതും ഒന്ന് ചെറുതുട്ടോ. അതിലത്തെ ആ ചെറിയ സ്റ്റീൽ കപ്പിന് ഒരു കപ്പ് വെള്ളം നമ്മൾ ഈ സേമിയ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ കറക്റ്റായിട്ട് ഉണ്ടാവുക. അത് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല, നല്ല വെറുതെ നല്ല എന്താ പറയുക നല്ലൊരു ഉപ്മാവായിട്ട് കിട്ടുട്ടോ. ഇതിൽ പിന്നെ വെള്ളം കൂടിയ പിന്നെ തീരെ നന്നാവില്ല. റവ ഉപ്മാവിലാണെന്ന് വെള്ളം കൂടിയാലും അത് വറ്റിച്ചിട്ട് അങ്ങനെ എടുക്കെങ്കിലും ചെയ്യാം കേട്ടോ. ഇതിൽ വെള്ളം കൂടുകയാണെന്ന് വെച്ചാൽ സേമിയ ഉപ്മാവിൽ വെള്ളം കൂടുകയാണെന്ന് വെച്ചാൽ അങ്ങോട്ട് കുഴഞ്ഞ് ഒന്നിനും പറ്റാതെ കേട്ടോ. ടേസ്റ്റ് ഉണ്ടാവില്ലേ കഴിക്കാൻ, കുറച്ച് വെറുതെനായിട്ട് കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കപ്പിൽ ഒരു കപ്പ് വെള്ളം കറക്റ്റായി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് നല്ലപോലെ കിട്ടാറുണ്ട് കേട്ടോ. അത് കാരണം കൊണ്ട് സേമിയ ഉപ്മാവ് ഇവിടെ കൊളാവാറില്ല കേട്ടോ. എന്നാൽ ഈ ഒരു കപ്പിന് വെള്ളം ഒഴിക്കാണ്ട് വെറുതെ ഗ്ലാസ്സിലൊക്കെ ഒഴിക്കുകയാണെന്ന് വെച്ചാൽ അളവ് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറും കേട്ടോ. ഈ ഒരു കപ്പിനാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നല്ലപോലെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പൊക്കെ ഇട്ട് തിളച്ചതിന് ശേഷം നമ്മൾ സേമിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ല സെറ്റാക്കി എടുത്തു കേട്ടോ. ശേഷം പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി. അപ്പോൾ അതേ നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഉപ്മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല വെറുതെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വീട്ടിലത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ രാവിലെ ചോറൊന്നുമല്ല കേട്ടോ പ്രധാനം. ഞങ്ങൾക്ക് 4 പേർക്കും അതേ കേട്ടോ എന്താ പറയുക ചായയും അതുപോലെ തന്നെ പലഹാരവും വേണം കേട്ടോ രാവിലെ. അത് നിർബന്ധമാണ് കേട്ടോ. ഏട്ടൻ പുറത്തെവിടേക്കെങ്കിലൊക്കെ പണിക്ക് പോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ നമ്മൾ നേരത്തെ ചോറ് വെക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ ഞാൻ നേരത്തെ പണിയോളം ഒരുങ്ങിയിരിക്കല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ചോറൊക്കെ നേരത്തെ വെക്കും കേട്ടോ. ശരിക്കും നേരത്തെ ചോറ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ അങ്ങനെ നേരത്തെ വെക്കും. ഇനിയിപ്പോൾ അത് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ ഉപ്മാവൊക്കെ ആയി വെക്കുമ്പോൾ ഞങ്ങളിനി ചായ കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ചായ ചൂടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നേരത്തെ വെച്ചതല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉപ്മാവ് ഞങ്ങൾക്ക് 3 പേർക്കും പാത്രത്തിലാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടുള്ള എന്തെങ്കിലും ആണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലാക്കില്ല കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റുകൾ ഉണ്ടാവുമല്ലോ അതിലാക്കില്ല, പകരം സ്റ്റീലിൻ്റെ പ്ലേറ്റിലാണ് കേട്ടോ ആക്കുക. എന്നിട്ട് തന്നെ ആ സ്പൂണുണ്ടല്ലോ അത് പൂമ്പാറ്റം കൊണ്ടുവന്ന് വെച്ചതാട്ടോ. അവളുടെ സ്നാക്സ് ബോക്സിൻ്റെ ഒപ്പം കിട്ടിയ എന്താ പറയുക സ്പൂണാണ്. അപ്പോൾ അവൾക്ക് അതുകൊണ്ട് തന്നെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. കുടിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ചായ കുടിക്കാനിരുന്നത്. ചായ കുടി കഴിഞ്ഞപ്പോഴേക്കും ചൂടുവെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും പിന്നെ അടുത്ത ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു. അപ്പോഴേക്കും ഏട്ടൻ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് വർക്കിന് പോയിട്ടോ. പൂമ്പാറ്റാണെങ്കിൽ സ്കൂളിൽ പോയിട്ടില്ല, അവൾക്ക് പനിയും ജലദോഷവും ചുമയും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവളെ തന്നെ സ്കൂളിലേക്ക് വിട്ടില്ല. കുറച്ച് ദിവസമായിട്ടോ തുടങ്ങിയിട്ട്. അവൾ അവിടെ ഇരുന്ന് സിനിമ കാണുകയാണ് കേട്ടോ. ഗുരുവായൂർ അമ്പലനടയിലാണ് കേട്ടോ ഇരുന്ന് കാണണത്. അവൾക്കാണെച്ചാൽ എന്താ പറയുക കാർട്ടൂണിനേക്കാൾ കൂടുതൽ സിനിമയെ തോന്നണു കാണുന്നത് കേട്ടോ. ചില ഇഷ്ടമുള്ള പടങ്ങളുണ്ട്, അത് കണ്ടുകൊണ്ടിരിക്കും. സന്തോഷം പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടല്ലോ, അത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കട്ടോ. 24 മണിക്കൂറും പറഞ്ഞാൽ 24 മണിക്കൂറും അത് വെച്ചുകൊടുത്ത് അതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നോളൂ കേട്ടോ. എന്തായാലും അവിടെ ഇരുന്ന് പടം കാണട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കാൻ തുടങ്ങി കേട്ടോ. നമ്മളാണെങ്കിൽ ഇന്നലെ വൈകുന്നേരം പയർ വെള്ളത്തിലിട്ടേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക മത്തങ്ങ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ പച്ചക്കറിക്കൊട്ടയൊക്കെ കാലിയാണ്. ആകെ ഒരു നാരങ്ങയും ഒരു സവോളയും ഒരു തക്കാളിയും മാത്രമേ കിടക്കണുള്ളൂ. ഇനിയിപ്പോൾ ഇന്ന് വൈകിട്ടൊക്കെ പോയിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. പൂമ്പാറ്റ നല്ല പടം കാണലാണ് കേട്ടോ. അപ്പം അകത്ത് കുറച്ച് തുണികളുണ്ട് കേട്ടോ. താഴത്ത് കിടക്കുന്നത് ഏട്ടൻ്റെ വർക്കിംഗ് ഡ്രസ്സുകൾ കഴുകാനുള്ളതാണ് കേട്ടോ. പിന്നെ അഴയിൽ കുറച്ച് തുണികളുണ്ടായിരുന്നു. അപ്പോൾ പുറത്താണെന്ന് വെച്ചാൽ നല്ല വെയിലുണ്ട്. എന്തായാലും ആ തുണികളൊക്കെ എടുത്ത് പുറത്തിടട്ടെ.
ഫോണ് കൈ പിടിച്ചിട്ട് തോരയിടുന്ന വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ തുണിയൊക്കെ തോരയിട്ട് വന്നതിന് ശേഷം നമ്മളുടെ പയർ നല്ലതുപോലെ കഴുകിയിട്ടുണ്ട് കേട്ടോ. കഴുകി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാനിനി അത് അരിക്കുകയാണ് കേട്ടോ. നല്ല വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നല്ലതുപോലെ അരിച്ചെടുക്കുന്നുണ്ട്. ചിലപ്പോൾ കല്ലുണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ. എങ്ങാനും കല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ പണിയാവും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ നല്ലതുപോലെ അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മത്തങ്ങക്കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, മത്തങ്ങയും പയറും കൂടിയിട്ട്. അപ്പോൾ അതടുപ്പത്ത് വെച്ചപ്പോഴേക്കും നമ്മുടെ മത്തങ്ങയൊക്കെ നുറുക്കിയെടുത്തിട്ടുണ്ട്. അരിയും പയറും ഒക്കെ അവിടെ ഇരുന്ന് വേവട്ടെ. നമുക്ക് വേറൊരു കാര്യമുണ്ട്, നാളേക്കുള്ള കുറച്ച് പച്ചരിയും ഉഴുന്നും വെള്ളത്തിൽ ഇടാനുണ്ട്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെക്കട്ടെ. നാളെ ദോശ ഇഡ്ഡലിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്നുള്ള ആലോചനയിലാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ ചോറൊക്കെ വെന്തുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് കഞ്ഞി എടുത്ത് വെച്ചു കേട്ടോ പൂമ്പാറ്റയ്ക്ക്. അവൾ ചിലപ്പോൾ കഞ്ഞി വെയ്യാത്തതല്ലേ, ചിലപ്പോൾ ചോറ് കഴിക്കാതെ കഞ്ഞി വേണമെന്ന് പറയും. കഞ്ഞിയിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണേക്കാൾ നല്ലത് ആ കഞ്ഞിവെള്ളം തന്നെ ആക്കിയിട്ട് കൊടുക്കല്ലേ. അത് കാരണം കൊണ്ട് ഞാൻ കുറച്ച് വാർക്ക കഞ്ഞി എടുത്ത് വെച്ചു കേട്ടോ. പനിയൊക്കെ ഉള്ളതല്ലേ, മരുന്നും കഴിക്കണതാണ് പോരാത്തതിന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വാശി പിടിച്ചൊന്നും കഴിക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പണിയാവും. അത് കാരണം കൊണ്ട് അവളുടെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓരോന്നും വെക്കാനോട്ടോ ചെയ്യണതിപ്പോൾ. നമ്മുടെ പയർ നേരത്തെ വെന്തിട്ടാട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നു, ഫിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രഷർ നല്ലതുപോലെ പോയതിന് ശേഷം ഞാൻ നമ്മളുടെ മത്തങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ എപ്പോഴും എങ്ങനെയാണെന്ന് അറിയോ, കുക്കറിൽ ഇപ്പോൾ പരിപ്പ് വെന്തിട്ട് ഇപ്പോൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിലും ഇതുപോലെ പയറെന്തേലും വേവിച്ച് മത്തങ്ങയൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാലും അതിൻ്റെ ആ വെയിറ്റ് ഒന്ന് ഊരിയെടുക്കും കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് പേടിയാണ് വെയിറ്റോട് കൂടിയിട്ട് പെട്ടെന്ന് മൂടാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഒരു പെട്ടെന്നൊരു എയറങ്ങ് ടൈറ്റായ പോലെ ഒരു ശബ്ദം വരും. അത് കാരണം എപ്പോഴും ഞാൻ അതിൻ്റെ വെയിറ്റ് ഊരി വെച്ചിട്ടാണ് കേട്ടോ മൂടി കൊടുക്കുക. അതൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പോയിട്ട് 2 കുടം വെള്ളം കൊണ്ടുവന്നു കേട്ടോ. 2 കുടം വെള്ളം കൊണ്ടുവന്നപ്പോഴേക്കും മത്തങ്ങയൊക്കെ വെന്തുണ്ടായിരുന്നു. നല്ല എലിശ്ശേരി പോലെ അല്ല കേട്ടോ വെക്കണത്, കുറച്ച് ചാറുകറി ആയിട്ടാണ് കേട്ടോ വെക്കണത്. നമുക്ക് ഉച്ചയ്ക്ക് ചോറിന് ഒഴിച്ചു കറിയായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നല്ല കട്ടിയിലും അല്ല എന്നാൽ നല്ലോണം ലൂസിലും അല്ല കേട്ടോ. അങ്ങനെ ഒരു മീഡിയം ആയിട്ടാണ് കേട്ടോ വെച്ചിരിക്കണത്. മത്തങ്ങക്കറിയിൽ എരിവില്ലാത്തത് കാരണം കൊണ്ട് തന്നെ ഒരു ചൊടിക്ക് ഞാനൊരു കുറച്ച് കുരുമുളക് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കുരുമുളകും പുളിയും മാത്രം ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് പിന്നെ ഒരു സവോള അരിഞ്ഞിട്ടിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നല്ലൊരു കുരുമുളക് ചമ്മന്തി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ചമ്മന്തി എന്തുണ്ടാക്കിയാലും അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അടുക്കളയിലത്തെ ആ വക പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ അലക്കാനാണ് കേട്ടോ ചെന്നത്. തുണികളൊക്കെ അലക്കിയതിന് ശേഷം പിന്നെ അകൊന്ന് അടിച്ചോരി തുടച്ചു. പിന്നെ ഞാൻ വീഡിയോ എടുക്കണത് ഉച്ചരിഞ്ഞിട്ടാണ് കേട്ടോ. ഉച്ചരിഞ്ഞിട്ട് മിറ്റൊക്കെ അടിച്ചോരി കഴിഞ്ഞ് മേലൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഞാനും പൂമ്പാറ്റിയും ഏട്ടനും കൂടിയിട്ട് ചെറുതുരുത്തിക്ക് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചെറുതുരുത്തി എത്താറായിട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മളതിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ. നമ്മളുടെ പോക്കിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് റോസ്മേരി വാട്ടറാണ് കേട്ടോ. ചെറുതുരുത്തി ചുങ്കത്തുള്ള പ്രധാനമന്ത്രിയുടെ ജനൌഷധിയിൽ റോസ്മേരി വാട്ടർ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ലക്ഷ്യമിട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതുപോലെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും ചെയ്തു കേട്ടോ. ഞങ്ങൾ പർപ്പിളിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണെങ്കിൽ അത് ക്യാഷ് ഓൺ ഡെലിവറി വേണമെങ്കിൽ 500 രൂപയ്ക്കൊക്കെ മേടിക്കണം. അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു കേട്ടോ. ഇവിടെ ആണെങ്കിൽ 210 രൂപയ്ക്ക് കാര്യം നടക്കും. ചുങ്കത്തു നിന്ന് അതൊക്കെ വാങ്ങി പോകുന്നതിന് ശേഷം പിന്നെ വീഡിയോ എടുക്കുന്നത് ചെറുതുരുത്തി സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ ഏട്ടൻ്റെ ഓട്ടോ സ്റ്റാൻഡ്. ഇപ്പം ഞങ്ങളിവിടെ വണ്ടി നിർത്തേണ്ട ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ വാങ്ങിക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. പിന്നെ ഏട്ടനൊരു തീരുമാനം മാറ്റി ചിക്കൻ വാങ്ങിക്കാമെന്നാക്കിട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ നെടുമ്പര പോയിട്ട് നെടുമ്പരയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ ഏട്ടൻ ചിക്കൻ മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാനും പൂമ്പാറ്റിയും വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ കുറച്ച് നേരം പോസ്റ്റായിട്ടോ, ചെറുതായിട്ടൊരു തിരക്കുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അവിടുത്തെ റോട്ടിലേക്കൊക്കെ നോക്കി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് ഏട്ടൻ ചിക്കനൊക്കെ വാങ്ങി വന്നപ്പോൾ പിന്നെ ഞങ്ങളിനി നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇനി കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ. അത് വീടിനടുത്തുള്ള മെയ്തീൻകായുടെ കടയിൽ നിന്നാണ് കേട്ടോ മേടിക്കുക. ഞങ്ങൾ പിന്നെ അധികം മെയ്തീൻകായുടെ കടയിൽ നിന്നാണ് സാധനങ്ങളൊക്കെ മേടിക്കാറ്. അപ്പോൾ പിന്നെ ചിക്കൻ മാത്രം ഇവിടെ നിന്ന് വാങ്ങിയിട്ട് ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏകദേശം വീടെത്താറായി. ഇപ്പോൾ മെയ്തീൻകായുടെ കട അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മെയ്തീൻകായുടെ കട.
ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ചെരുപ്പും അതുപോലെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അത് കാരണം തന്നെ ഞങ്ങൾ അധികം ഇവിടെ നിന്നാണ് കേട്ടോ മേടിക്കുക. അതുപോലെ തന്നെ ഇവരുടെ തന്നെ ഒരു മില്ലുണ്ട് കേട്ടോ ഇവിടെ അടുത്തിങ്ങനായിട്ട്. ആദ്യമൊക്കെ റേഷൻ കടയിൽ നിന്ന് തോനെ ഗോതമ്പും അതുപോലെ തന്നെ പച്ചരിയൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾ ഉണക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ പൊടിക്കുക. പിന്നെ അവരിതപ്പോൾ പുതിയൊരു സെറ്റപ്പ് അവിടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, കൊപ്രയൊക്കെ ഉണക്കാനുള്ളത് ഉണക്കിയിട്ട് ആട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അതിനുള്ളൊരു സംവിധാനമൊക്കെ അവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് ചിക്കൻ കറി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ എടുത്ത് വറുക്കണം കേട്ടോ പൂമ്പാറ്റയ്ക്ക്. അവൾക്ക് ചിലപ്പോൾ എന്താ പറയുക, കറിയിൽ വെച്ച് തരുവാണെന്ന് പറഞ്ഞിട്ട് അവൾ കഴിക്കില്ലേ. ഇവിടെ ചിക്കൻ മേടിച്ച് എപ്പോഴും വറുക്കാറുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. അവർക്ക് എല്ലില്ലാത്ത കുറച്ച് കഷ്ണം എടുത്തിട്ട് വറുക്കും. ഇത് രണ്ടും ഇവിടെ കടന്ന് വെന്ത് റെഡി ആകുമ്പോഴേക്കും നമുക്ക് ചപ്പാത്തിയുടെ പരിപാടികൾ നോക്കണം. ചപ്പാത്തി കുഴയ്ക്കാനും അതുപോലെ തന്നെ പരത്താനും ചുടാനും ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് ചപ്പാത്തി റെഡി ആയതിന് ശേഷമാണ് കേട്ടോ. അങ്ങനെ ചപ്പാത്തിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇത് പൂമ്പാറ്റയുടെ സ്പെഷ്യൽ ചപ്പാത്തിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നേരെ ഫുഡ് കഴിക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.